ഈ പരിശുദ്ധ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു. ഞാൻ പാലാ ചെറുപ്പങ്കിൽ നിന്ന് വരുന്നു. എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാനൊരു ജോലി ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ഒരു മോന്, ഇതെൻ്റെ മോളാണ്. മോള് 10th പഠിക്കുന്നു. ചെറുത് അവന് 3.5 വയസ്സായി. അവനുണ്ടായ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടതാണ്. ഉണ്ടായി കഴിഞ്ഞ ശേഷം സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതിന് വേണ്ടിയിട്ട് കുറേ പ്രയത്നിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല. ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിട്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് 3/7/2024 ഉടമ്പടി എടുക്കുകയും എനിക്ക് വിദേശത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട്, അതായത് ഇസ്രായേലിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുകയും അത് സക്സസ്സായിട്ട് അതിൻ്റെ പ്രൊസീഡിങ് കാര്യങ്ങളെല്ലാം സാധിച്ചു. അതുപോലെ തന്നെ അതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടായിരുന്നു. ഫസ്റ്റ് ആയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അലഞ്ഞെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ഫലമായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിന് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി. തുടർന്ന് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ, മെഡിക്കൽ കാര്യങ്ങളെല്ലാം. ആ സമയത്ത് എനിക്ക് ഹൈ ഫീവർ, ചുമ, ബോഡി പെയിൻ, എനിക്ക് എണീക്കാൻ പോലും പറ്റില്ലാത്ത ഒരു സിറ്റുവേഷനിൽ എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ റീമെഡിക്കലായിട്ട് 1-2 പ്രാവശ്യം മെഡിക്കലും ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്ത സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ മെഡിക്കലിൽ തന്നെ ഞാൻ പാസ്സാകുകയും ഇപ്പോൾ വിദേശത്ത് ഇസ്രായേലിൽ നല്ല ജോലി ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതെൻ്റെ മോള് 10th പഠിക്കുന്നു. പഠിക്കാൻ കുറച്ച് വീക്കാണ്. മെയിനായിട്ട് പണ്ട് മുതലേ അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഈ ഫൈനൽ എക്സാമിന് തൊട്ട് മുമ്പ് വരെയുള്ള എക്സാമിന് മാത്സിനും 4ഉം 2 മാർക്കൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന മോള് ഇപ്പോൾ ഫൈനൽ എക്സാമിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാത്സിന് Bയും കെമിസ്ട്രിക്ക് A, അതുപോലെ തന്നെ ഫിസിക്സിന് B+ കിട്ടി. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉന്നത വിജയം 90% മാർക്കോട് കൂടിയിട്ട് പാസ്സാകാൻ സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇതെൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തിന് 10 വർഷമായിട്ട് ബാക്ക് പെയിന്, അതുപോലെ തന്നെ ഹെർപ്പസ് എന്ന് പറയുന്നൊരു രോഗം അദ്ദേഹത്തിന് ഉണ്ടാകുകയും ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തു. വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ 10 വർഷമായിട്ടുള്ള ബാക്ക് പെയിൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും എത്ര ദൂരം ഡ്രൈവ് ചെയ്താലും അങ്ങനെ ഒരു ബാക്ക് പെയിനോ അങ്ങനെ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന് ഉണ്ടാകാറില്ല. ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. അടുത്തത് 4ാമത്തെ സാക്ഷ്യം. എനിക്ക് ചെറിയൊരു മോനുണ്ട്, 3.5 വയസ്സായ ഞാൻ നേരത്തെ പറഞ്ഞു. മോന് സംസാരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവൻ സംസാരിക്കുന്നൊന്നും അത്ര ക്ലിയർ അല്ല. അതുപോലെ തന്നെ അവന് വേറൊരു അസുഖം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു കോങ്കണ്ണുണ്ടെന്ന് പറഞ്ഞു 2 കണ്ണിനും. അപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സങ്കടമായി. കാരണം ഒരുപാട് വർഷങ്ങൾ ഡിലേ ആയിട്ടാണ് ഞങ്ങൾക്ക് ആ മോനുണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് പാലാ അൽഫോൻസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 2 കണ്ണും അവൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലവും ഉപ്പും ഉപയോഗിച്ച് അവൻ്റെ അവൻ്റെ കണ്ണിൽ 2 കണ്ണിലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് തൃപ്പൂണിത്തറ ഗിരിധർ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കണ്ണിന് ഒരു പ്രശ്നവും ഇല്ല, മോന് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അവിടുന്ന് അവർ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. 5ാമത്തെ എൻ്റെ സാക്ഷ്യം. എൻ്റെ അമ്മയ്ക്ക് തീരെ ഒരു സ്ട്രോക്ക് വന്നിട്ട് അവരൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എടുക്കുകയല്ല, നിങ്ങൾ മറ്റു ഹോസ്പിറ്റലിൽ, അതായത് കൂടുതൽ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് കാണിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെ പോയാലും ഞങ്ങളുടെ കയ്യിൽ ഉപ്പും തേനും ഉണ്ടാകും. ഈ നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഉള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും മമ്മിയുടെ അസുഖം എന്തെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കഴിഞ്ഞ ശേഷം പറഞ്ഞു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു തന്ന കൃപയ്ക്കായിട്ട് 1000 കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുമ്പം ഞാനിപ്പോൾ വിദേശത്തായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അവർക്ക് വസ്ത്രങ്ങളാണെങ്കിലും പൈസയാണെങ്കിലും ഫുഡൊക്കെ ആണെങ്കിലും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ആത്മീയപരമായിട്ട് പിന്നെ പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും എനിക്ക് കുറച്ചൊരു പരിമിതിയുണ്ട്. ഇപ്പോൾ ഇസ്രായേലിലായതുകൊണ്ട് ഹസ്ബൻഡ് എന്നും എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുമ്പസാരിക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പാലിച്ചു പോരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. മഞ്ജുമോൾ സി തോമസ്, പാല. ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തൻ്റെ അനുഭവ സാക്ഷ്യം ഈ മകൾ ഇവിടെ നിന്ന് നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയും കുറേ നാൾ ജോലിയില്ലാതെ കണ്ട് കുറേയധികം കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രയേലിലേക്ക് പോകുവാനും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മ അത് മാറ്റിക്കൊടുത്തുകൊണ്ട് ഇസ്രയേലിൽ നല്ലൊരു ജോലി ശരിയാക്കി കൊടുക്കുകയും ഏറ്റവും കൂടുതലായിട്ട് ഈ അനുഭവ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒന്ന് വിശ്വാസത്തോടെയുള്ള ഉടമ്പടി നിറച്ച വസ്തുക്കളുടെ ഉപയോഗമാണ്. ഇപ്രകാരം വിശ്വാസത്തോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ഈ മകൾ പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം തടസ്സങ്ങൾ കൂടാതെ കണ്ട് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു. മകൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ചില വിഷയങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, അതെല്ലാം പൂർണ്ണമായ ഉടമ്പടി വസ്തുക്കളോട് ചേർന്നുള്ള പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അത് പൂർണ്ണമായിട്ട് മാറുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ തൻ്റെ ജീവിത പങ്കാളിയുടെയും അതുപോലെ തന്നെ മകൻ്റെയും നിരവധിയായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അത് വിശ്വാസത്തോടു കൂടി പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോഴത്തേക്ക് അത് പൂർണ്ണമായ രോഗസൗഖ്യമായിട്ട് ഒരു കുഴപ്പവും കൂടാതെ മാറ്റുകയൊക്കെ ഉണ്ടായി. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകൾ നിൽക്കുമ്പോൾ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും കരുതലും നിരന്തരം ഉണ്ടാകുവാനും ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.